ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ജസ്റ്റ് വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഓക്കെ, ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണല്ലേ? ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാനുള്ള പേർപ്പസിന്. ഇതിൻ്റെ സൈസ് എത്ര വരുന്നത്? 420x360. ഓക്കെ, 14x12 സൈസ് വരുന്നത്. ഇപ്പോൾ കോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ്. കോട്ട് നമ്മൾ ഫ്രെയിം മൊത്തം തേക്കാണ്. ഫ്രെയിമിലേക്ക് നമ്മൾ 19 ഇഞ്ചിന്റെ പ്ലൈ വെച്ചിട്ട് ബോക്സ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ സാധാരണ പ്ലൈയിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ടൊക്കെ ആൾക്കാർ കൊടുക്കില്ല. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിയിൽ ആ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്തു അല്ലേ. പിന്നെ രണ്ട് സൈഡിൽ സൈഡ് ബോക്സ് വന്നിട്ടുണ്ട്. സൈഡ് ബോക്സും അതേപോലെ തന്നെ താഴത്തേക്ക് തേക്കും പിന്നെ വിനീറും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അവിടെ ഒരു സിംഗിൾ കള്ളി വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹെഡ് ബോർഡ് ഈ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു വുഡൻ ഫിനിഷ് കൊണ്ടിട്ട് ഒരു ഗോൾഡൻ റീപ്പർ പോലെ പ്രൊഫൈൽ ഒരു ഗോൾഡൻ പ്രൊഫൈൽ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇത് പെയിൻ്റാണ്. ഓക്കെ, പിന്നെ വാളിൽ എന്തായിരുന്നു? വാൾപേപ്പറാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോങ് കർട്ടനും അതേപോലെ തന്നെ വിൻഡോസും നൽകിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള വാർഡ്രോബാണ്. അത്യാവശ്യം നല്ല പ്രീമിയം റേഞ്ചിൽ തന്നെ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഡി ലൈഫാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡി ലൈഫ് ചെയ്തതിൻ്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി അറിയും. എല്ലാത്തിലും ഒരു വെറൈറ്റി ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അവർ ഹാൻഡിലൊക്കെ കണ്ടോ, ഇതൊക്കെ അവർ ചെയ്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, ഇതൊക്കെ ഡ്രോവറാണ്. ഇനി ഈ ഭാഗത്താണ് മിറർ യൂണിറ്റ്. അതിൻ്റെ ടേബിള് കാര്യങ്ങളൊക്കെ ഈ കോർണറിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കർട്ടൻ പോകുന്ന ഭാഗത്ത് മാത്രം ഒരു കോവ് നൽകി ബാക്കി ഫുള്ളായിട്ട് പ്ലെയിൻ ആക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു കയറി വരുന്ന എൻട്രൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെനീറിലാണ് ചെയ്തിട്ടുള്ളത്. വെനീറിൽ ഗ്രൂ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ബാത്റൂം വന്നു കഴിഞ്ഞാൽ ഒരു 260x160 സൈസിൽ വരുന്ന ബാത്റൂമാണ് നൽകിയിട്ടുള്ളത്. ടൈലൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. നല്ല സിമ്പിളായിട്ട് മിനിമലായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിൽ നമുക്ക് വാൾ മൗണ്ടഡ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലീനിങ് എപ്പോഴും ഈസിയാണ്. അപ്പോൾ സാധാ ക്ലോസറ്റും മറ്റേതും തമ്മിൽ റേറ്റിലും നല്ല മാറ്റം ഉണ്ടാവും. പക്ഷേ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ ഇതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ആദ്യം ഒരു പാസേജിൽ നിന്നാണ് ഇങ്ങനെ കയറി വരുന്നത്. നമ്മളെപ്പോഴും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാസേജിൽ നിന്ന് ഇങ്ങനെ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു വിശാലത ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസും 420x460 തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ഇവിടെ ഒരു കോർട്ട്യാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കോർട്ട്യാർഡിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ഇവിടെ നിന്നാട്ടോ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നാണ് വരുന്നത്. കണ്ടാ എങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ലിവിങ്ങിൽ ആരാണ് വന്നതെന്ന് വരെ കാണാൻ പറ്റും. പക്ഷെ കർട്ടൻ ഇട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കുഷൻ വരുന്ന രൂപത്തിലാണ് നമ്മളെ കോട്ട് വന്നിട്ടുള്ളത്. അവിടെ ഒരു വുഡൻ റീപ്പർ പോലെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫാമിലി. ഇവർ ഇനി ലാസ്റ്റ് വീഡിയോയിൽ നിൽക്കോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് ഉമ്മ, ഇതിപ്പ, ഇത് നമ്മളെ ആർക്കിടെക്റ്റ്, ഇതൊരു അനിയൻ എത്രല്ല? +1 അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിങ് ഡോറ് വരുന്ന രൂപത്തിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഡോറ് ഫുള്ളായിട്ട് മിററാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറൊരു മിററിൻ്റെ ഒരു ഭാഗം ആവശ്യമില്ല. മുകളിൽ ലോഫ്റ്റ് വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് ഉണ്ടാവും. ഈ രൂപത്തിൽ വളരെ വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സീലിംഗ് പ്ലെയിനായിട്ട് നൽകിയിട്ട് അവിടെ കർട്ടൻ വരുന്ന ഭാഗത്ത് മാത്രം കോവ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ ഭാഗത്തും കോവ് നൽകിയിട്ട് അവിടെ വെനീറിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഇവിടുത്തെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ബാത്റൂം ഉണ്ടല്ലേ? ബാത്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സൈസായിട്ടാണ് നൽകിയിട്ടുള്ളത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള രൂപത്തിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്ലോസറ്റ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു വെറ്റ് ഏരിയ എന്നുള്ള രൂപത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ആ വാളിൽ കൊടുത്തിട്ടുള്ളത് കണ്ടാൽ നമ്മൾ സോപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഷാമ്പു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
പിന്നെ ഈ ഒരു വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മൊറോക്കൻ ഡിസൈനിൽ വരുന്ന ടൈല് ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്ലോസി ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. അപ്പോൾ സ്റ്റെയർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആ ഒരു വുഡൻ സ്ട്രിപ്പാണ് ടൈൽ തന്നെ വരുന്നത്. ഏതാണ് കമ്പനി? ഏതാണ് ഇത് കജാരിയുടെ 1200-200 സൈസിലുള്ള ഒരു വുഡൻ സ്ട്രിപ്പ് ടൈലാണ്. സ്ട്രിപ്പാണ്. അതിൽ അപ്പോക്സി നൽകിയിട്ടുണ്ട് അല്ലേ? അതെ, അപ്പോക്സിയാണ്. ഓക്കെ. അപ്പോൾ കാണുമ്പോൾ തന്നെ ആ ഒരു പക്ക ഒരു വുഡാണെന്നുള്ള മാത്രമല്ല ഒരു കണ്ടിന്യൂഷൻ ഫീല് കിട്ടും ചെയ്യും. നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഒരു കണ്ടിന്യൂഷന് ഇതിൽ കിട്ടും ചെയ്യും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം പിന്നെ ഒരു ഓപ്പൺ ടെറസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള ബെഡ്റൂം, ഇവിടെ കംപ്ലീറ്റ് ബെഡ്റൂം 420-360 സൈസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള വാർഡ്രോബിൻ്റെ ഡിസൈനാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഫുള്ളായിട്ട് ഗ്ലാസ് ഡോറ് വരുന്ന രൂപത്തിലാണ്. ആ ഒരു ഗ്ലാസ്സിലൊരു പ്രൊഫൈലും കൂടി വന്നപ്പോൾ വേറൊരു ആംബിയൻസ് ഉണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ. കണ്ടോ, ഒക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു വെനീർ പോർഷൻ ഗ്രൂസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വാൾപേപ്പർ ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഒരു ഫ്രെയിം ഇവിടെ നമ്മൾ മറ്റെവിടെയും കാണാത്ത രൂപത്തിൽ തന്നെ ഹെഡ് ബോർഡ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പാകത്തിനാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിനോട് ചേർന്നിട്ട് മുകളിൽ ഒരു പ്ലെയിൻ സീലിംഗ് നൽകിയിട്ട് നേരെ മുകളിൽ ഫുള്ളായിട്ട് ഒരു 2 സൈഡും കോവ്, അതിനോട് ചേർന്നിട്ട് വിനീർ പോർഷനും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഒരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ആ ബാൽക്കണിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മൊറോക്കൻ ഡിസൈൻ ടൈല്, ഈ ടൈൽ ഇപ്പോൾ നമ്മൾ 2-3 ഭാഗത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഇന്നർ കോർട്ട് യാർഡിൽ, പിന്നെ ആ പാഷ്യോയിൽ, പിന്നെ ഈ ഒരു ഭാഗത്ത്, പിന്നെ മെയിൻ ബാൽക്കണിയിലുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിലുള്ള ഒരു കോർട്ട് യാർഡിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ടൈലാണ്. ഈ റൂമിൽ ഒരു അറ്റാച്ച് ബാത്റൂമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിമേറോ എന്ന് പറയുന്ന ബ്രാൻഡിലെ 6x4 സൈസിലുള്ള ഒരു മാറ്റ് ആൻഡ് കർവിങ് ടൈപ്പ് ടൈലാണ് വെച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഡാർക്ക് ഷെയ്ഡായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ലൈറ്റ് വാളായിട്ട് അതിൻ്റെ നേരെ ഗ്രേ ഷെയ്ഡും അതുതന്നെയാണ് ഫ്ലോറിലും ചെയ്തിട്ടുള്ളത്. പിന്നെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് എൻ്റെ അനിയൻ്റെ ബെഡ്റൂമാണ് അല്ലേ. ഏട്ടൻ്റെ ബെഡ്റൂമിനേക്കാളും കൂടി ഇതാണ് കുറച്ചും കൂടി സിമ്പിളായി വിചാരിച്ച് ചെയ്തതാണ് ഞാൻ. ഓക്കെ. ഇവിടെ ബാത്റൂം സെയിം പാറ്റേൺ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വാർഡ്രോബിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു വാർഡ്രോബാണ് തോന്നുന്നത്. ഇത് ഒന്നും കൂടി ഡാർക്ക് ഷെയ്ഡ്. ഇത് ഗ്ലാസ് തന്നെയാണല്ലോ അല്ലേ? ബ്രോൺസ് ഗ്ലാസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഉള്ളിലേക്ക് കാണുന്ന രൂപത്തിലാണ് ഈ ഒരു 2 അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ ലോഫ്റ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് മിറർ യൂണിറ്റ്, ആ ഒരു മിററിൻ്റെ ഫ്രെയിമൊക്കെ കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള കോട്ടിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബെഡ്റൂമിലും കാണിച്ചെന്ന അതേ സെയിം പാറ്റേൺ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ആ ലെഗ് വരുന്ന രൂപത്തിൽ തന്നെയാണ് കോട്ട്, അതേപോലെ തന്നെ സൈഡ് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെഡ് ബോർഡിൽ കുഷൻ വരുന്ന രൂപത്തിലും സെൻറ്റർ ഭാഗത്തേക്ക് വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ഭാഗത്തും പാനലിങ് നൽകി അതിൽ നിന്ന് സ്ട്രിപ്പ് ലൈറ്റ് വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്കാണ് ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാനുള്ളത് ഒരു ബാൽക്കണി സ്പേസ്, പിന്നെ അതേപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസും നല്ല മനോഹരമായിട്ട് തന്നെ മൊറോക്കൻ ടൈലൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ആ ഒരു പാസേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സീൻ ബിലോൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. ആദ്യം ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ആ ഒരു യെല്ലോ ടച്ചിൽ ആ ഒരു സോഫ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു വാള് ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റും ആ ഒരു ഗോൾഡൻ പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ചാർക്കോൾ പാനലാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നേരത്തെ അടിയിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ ബോർഡർ പോലെ വെനീർ നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.
പിന്നെ ഈ ഭാഗത്തേക്കാണ് ആ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഭാഗം വരുന്നത്. അവിടെ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ കണ്ട നല്ല ഭംഗിയിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള മോഡലിലാണ് ഒരു ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന ആ ചെയറ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിലൊരു ആംബിയൻസ് തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു ബാൽക്കണി സ്പേസ് ഒന്ന് കണ്ടാലോ. ഈ ഭാഗത്തേക്കാണ് ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. ഇവിടെയും ഒരു മൊറോക്കൻ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റെയിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള വിൻഡോസും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോർസും കണ്ട ആ ഒരു ഡോറിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. ഈ ഒരു വീട് പടിഞ്ഞാറേക്ക് ഫേസ് ചെയ്തിട്ടാട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ടൈമിലൊക്കെ നല്ല വെയിലാണ് ഈ ഒരു ഭാഗത്തേക്ക്. ഓക്കെ, ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഓപ്പൺ ടെറസിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടല്ലോ. നമ്മൾ പല വീട്ടിലും പോകുമ്പോൾ ഓപ്പൺ ടെറസിൽ ഏതെങ്കിലും ലോക്കലായിട്ടുള്ള ടൈല് കാര്യങ്ങളൊക്കെയാണ് വിരിച്ച് കാണാറുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ഓപ്പൺ ടെറസ് കംപ്ലീറ്റ് ആയിട്ട് നല്ല പ്രീമിയം ടച്ചിൽ വരുന്നത്. ഇതെന്താണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് സോമാനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ഉള്ള ഒരു മൊറോക്കൻ സീരീസിലുള്ള ടൈലാണ്. ഓക്കെ, സൈസ് എങ്ങനെയായിരുന്നു? സൈസ് 1x1 ആണ്. 1x1 ആണ്. ഇത് ആദ്യം ഒരു ഓപ്പൺ ടെറസിൽ ടൈൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ആ ഒരു ക്വാളിറ്റി മതിയെന്ന് വെച്ചു. പക്ഷേ ഇവരുടെ ഒരു ഇന്റീരിയർ ഡിസൈൻ അവരുടെ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഓരോ ഈ കോർട്ട്യാർഡിലും അതേമാതിരി തന്നെ പ്രയർ റൂമിലും മറ്റ് സ്ഥലത്തൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വൈബ് മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ഡിസൈനിൻ്റെ രീതിയിൽ ചെയ്തിട്ടുള്ളത്. 1x1 സൈസിൽ ഇത്രയും ഒരു ഏരിയ ഉണ്ട്. നോക്കിയാൽ തന്നെ അറിയാം എത്ര മനോഹരമായിട്ടുണ്ട്. അതേസമയത്ത് ഈ കുറഞ്ഞ ടൈലാകുമ്പോൾ അതുവരെ ചെയ്തിരുന്ന വർക്കുകളൊക്കെ ഇതിൽ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടേനെ. ഇതിപ്പോൾ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതെ, അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ആംബിയൻസിൽ തന്നെ സെറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മിനി പാർട്ടിയൊക്കെ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാം. ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫാമിലി മീറ്റപ്പ് ഒക്കെ ഇതിലൂടെ നടത്താൻ പറ്റും. അതെ, കാരണം ഈ ഒരു ഭംഗി ഉണ്ടാവല്ലോ. അപ്പോൾ എനിക്ക് വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈനിലുള്ള, അപ്പോൾ ഞങ്ങൾ ആ ലാസ്റ്റ് കണ്ട ബാത്റൂമിലൊക്കെ ഉള്ള ആ ഒരു ടൈലൊക്കെ കണ്ടില്ലേ, നിങ്ങൾ ഏത് തരത്തിലുള്ള ടൈല് ചൂസ് ചെയ്യുന്ന ആൾക്കാരായാലും അവർക്ക് പറ്റിയിട്ടുള്ള എല്ലാ മോഡലിലുള്ള ടൈലായാലും മറ്റുള്ള ബാത്റൂം ഫിറ്റിങ്സും ആക്സസറീസും കംപ്ലീറ്റ് മാർബിൾ ലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരെ ഈ വീഡിയോയിൽ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് മേലെ ഇവൻ്റെ റൂം നമ്മൾ കാണിച്ച സമയത്ത് അവിടെ നല്ലൊരു പിക്ചർ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു മോനും കൂടി ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇവരാണ് നമ്മളെ ഓണർ. പേര് സിയാദ് അല്ലേ? സ്വപ്നം സജ്ജാദ്. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ള ടൈലൊക്കെ നല്ല കളക്ഷൻസാണ് അല്ലേ? നല്ല ഭംഗിയിൽ തന്നെ നല്ല ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോർട്ട്യാർഡ് ആയാലും അതേപോലെ തന്നെ ഓപ്പൺ ടെറസ് ആയാലും പിന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള ബാൽക്കണി എല്ലായിടത്തും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ടൈൽ മാത്രമല്ല കംപ്ലീറ്റ് ഇൻറ്റീരിയർ ആയാലും ഒക്കെ ഒരു മിനിമലായിട്ട് ആരും മടുപ്പിക്കാത്ത രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മാർബിൾ ലാൻഡിൽ നിന്നാണ് ഇവിടെ ടൈൽ എടുത്തത്? എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? ഞങ്ങൾ കുറേ ഷോപ്പുകളിലൊക്കെ പോയി, എറണാകുളത്തും കാലിക്കറ്റൊക്കെ പോയി നോക്കിയിട്ട് ഒരുപാട് ഞങ്ങൾ നോക്കി. കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അവിടെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് എറണാകുളം അല്ല, കോഴിക്കോട് കുറേ സ്ഥലങ്ങൾ പോയി നോക്കി. പിന്നെ അവിടെ നിന്നൊക്കെ കളക്ഷൻസ് കണ്ട് പിന്നെ ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ മാർബിൾ ലാൻഡ് ഉണ്ട്. അവിടെ ഞങ്ങൾ എത്തിപ്പെട്ട് ഇവര് തന്നെ. പിന്നെ ഞങ്ങൾ കെയർ ഓഫ് കൂടി ഉണ്ട്. ഞങ്ങളുടെ വാപ്പ അവിടുത്തെ ബിസിനസ്സുകാരാണ്. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ മനസ്സിലായത് അവിടെ തന്നെ കൂടുതൽ ചിലപ്പോൾ കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും. റീസണബിൾ ആണ്. വളരെ റേറ്റ് ഒക്കെ നമുക്ക് ഒരു വലിയ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിലാണ് നമുക്ക് സാധനം കിട്ടുന്നത് അവിടെ. അങ്ങനെ അവിടെ പിന്നെ നമ്മൾ എല്ലാം മോസ്റ്റ് ഓഫ് ടൈൽസ് ഒക്കെ അവിടെ നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ അവിടുത്തെ സെയിൽസ്മാനും അവരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല പെരുമാറാനും അവരുടെ അഡ്വൈസും നമ്മളിതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് കാണിച്ചതൊക്കെ വളരെ ഇതായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ അടുത്ത സയ്യർ എന്ന് പറഞ്ഞ മുപ്പിനായിരുന്നു നമുക്ക് ഒരുപാട് നമ്മൾ ക്ലോസ് ആയിട്ട് ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഫോണിൽ കൂടെ ആയാലും ചെന്നിട്ടായാലും വളരെ നമുക്ക് അത്യാവശ്യമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ തിരൂർ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഏത് സമയത്ത് വിളിച്ചു പറഞ്ഞാലും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ തന്നെ നമുക്ക് സൗകര്യമായിരുന്നു. ഇപ്പൊ ടൈലായാലും അതിനുള്ള ഗമ്മും കാര്യങ്ങളൊക്കെ തന്നെ ആയാലും എന്തായാലും ഒരു ഫോൺ കോൾ ആയാലും സാധനം ഇവിടെ എത്തിയിരുന്നു നമുക്ക്. പിന്നെ മോന് ആർക്കിടെക്റ്റാണ്. അപ്പോൾ അവൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
എന്തായാലും മോൻക്കും നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് ഇതേപോലുള്ള നല്ല ഹോം ടൂർ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ബൈ.